മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും പുനരധിവാസ പാക്കേജുമില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വികസനവുമായി ബന്ധപ്പെട്ട് 100 മീറ്റർ അക്വിസിഷൻ നടത്തുന്നതിനു മുമ്പ് മാസ്റ്റർ പ്ലാൻ ദേവസ്വം ബോർഡ് ജനങ്ങൾക്ക് മുമ്പാകെ, ഭക്തജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കണം. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാതെ, സാമൂഹ്യാഘാത പഠനം തയ്യാറാക്കാതെ ഒരു കാരണവശാലും അക്വിസിഷൻ നടപടി അനുവദിക്കില്ല. നേരത്തെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ദേവസ്വം യാതൊരു ആനുകൂല്യവും നൽകിയിട്ടില്ല. സെന്റിന് 1 കോടി രൂപ നൽകാതെ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ല. ക്ഷേത്ര വികസനം ആവശ്യമാണ്, പക്ഷേ തോന്നിവാസം അനുവദിക്കില്ല. തദ്ദേശീയരെ വഴിയാധാരമാക്കിയുള്ള ഒരു വികസനവും വേണ്ട. ക്ഷേത്രത്തിലെ പാരമ്പര്യ പ്രവൃത്തിക്കാരെ 5 കിലോമീറ്റർ അകലേക്ക് മാറ്റിയാൽ അവർ എങ്ങനെ പുലർച്ചെ ക്ഷേത്രത്തിലെത്തും? വികസനത്തിന്റെയും ഭൂമി ഏറ്റെടുക്കലിന്റെയും മറവിൽ തന്നിഷ്ടം കാണിക്കുന്ന ഏർപ്പാട് ദേവസ്വം നിർത്തണം. നടത്തുന്നതിന് മുമ്പ് മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും തയ്യാറാക്കണം. അത് ജനങ്ങൾക്ക് കൊടുക്കണം. ഇവിടെ അക്വിസിഷന് വേണ്ടിയിട്ട് ദേവസ്വം നടപടിയെടുക്കുമ്പോൾ 1 സെന്റിന് 1 കോടി രൂപ വെച്ച് കൊടുക്കണം. അത് കൊടുക്കാനുള്ള പണമൊക്കെ ഭഗവാന്റെ കയ്യിലുണ്ട്. അത് കൊടുക്കാനുള്ള പണമൊക്കെ ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ട്. കുടിയൊഴിപ്പിക്കുന്നവരെ മുഴുവൻ വിളിച്ചുകൂട്ടി ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകും. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഈദ് മുബാറക് എന്ന രീതിയിൽ മിഠായി വിതരണം നടത്തിയിട്ടുണ്ട്. ഹിന്ദു അല്ലാത്ത ഒരു കശ്മീരിയാണ് മിഠായി വിതരണം ചെയ്തത്. ശീവേലി സമയത്ത് ഇത്തരത്തിൽ മിഠായി ലഭിച്ചതായി 8 പേർ തന്നോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നും വന്ന സുരക്ഷാ വീഴ്ചയാണിത്. ഇക്കാര്യത്തിൽ ദേവസ്വവും പോലീസും നിലപാട് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ബിജെപി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഗുരുവായൂർ ദേവസ്വത്തിലെ സെക്യൂരിറ്റി വീഴ്ചയാണ് മുട്ടായി വിതരണത്തിന്റെ കാരണം. പോലീസും മറച്ചു വെക്കാൻ നോക്കരുത്. ഇത് ഗൗരവമുള്ള കാര്യമാണ്. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഈദ് മുബറാഖ് എന്ന് പറഞ്ഞുകൊണ്ട് മിഠായി വിതരണം നടന്നതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട്. ദേവസ്വം നിലപാട് വ്യക്തമാക്കണം. പോലീസ് നിലപാട് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ ഇത് ഞങ്ങള് ഒരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റും. കാശ്മീരി ഹിന്ദു അല്ല. പണം വാങ്ങിക്കാനുള്ള യന്ത്രം മാത്രമായി ദേവസ്വം മാറിയിരിക്കുകയാണ്. പണം പിടിച്ചു വാങ്ങുന്ന യന്ത്രമായി ദേവസ്വം ബോർഡ് അധപതിക്കരുത്. ഇതൊരു പണം വാങ്ങുന്ന യന്ത്രമായി ഗുരുവായൂരപ്പനെയും ഗുരുവായൂർ ക്ഷേത്രത്തെയും മാറ്റരുത്. ഒരു പരിധിവരെ സഹിക്കും. അത് കഴിഞ്ഞാൽ ഒരു ഒറ്റ ഭരണസമിതിയുടെ മീറ്റിംഗ് അനുവദിക്കില്ല. കയറി വലിച്ച് പുറത്തിടും. ഞങ്ങള് വേഷം കെട്ട് പരിപാടിയൊന്നും ഇനി അനുവദിക്കില്ല. ഭരണസമിതിയുടെ യോഗം നടത്താൻ അനുവദിക്കില്ല. വലിയ ഭരണസമിതിയുടെ ആൾക്കാരാന്ന് പറഞ്ഞാൽ കയറിയിരിക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാരെയൊക്കെ ഈ ഗുരുവായൂർ ടൗണില് ഞങ്ങള് ജനകീയ വിചാരണ ചെയ്യും. വേഷം കെട്ട് കാണിക്കരുത്. മുണ്ടത്തിക്കോട് സ്ഫോടനം പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചയാണ്. പടക്ക നിർമ്മാണശാലയിൽ വേണ്ടത്ര കരുതൽ സ്വീകരിച്ചിരുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു പ്രിക്കോഷണറി മെഷേഴ്സ് ഞാനവിടെ പോയതാ സംഭവ സ്ഥലത്ത്. ഇതേപോലത്തെ ഒരു പേപ്പറിൽ അപകട മേഖല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര തൊഴിലാളി ഉണ്ടായിരുന്നു? തൊഴിലാളി ഗവൺമെന്റ് അല്ലേ കേരളത്തിലെ ഗവൺമെന്റ്? പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളികളല്ലേ?